കഴിഞ്ഞ ദിവസം ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയായ കെ മുരളീധരന്റെ ഒരു പ്രസ്താവന. അതായത് ആശുപത്രികളിൽ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയായിരുന്നു വലിയ വിവാദമായത്. പിന്നീട് അത് തിരുത്തിക്കൊണ്ട് കെ മുരളീധരൻ പറയുന്നൊരു പ്രസ്താവന, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ആ സംഭവം ഉള്ളതെന്ന്. എന്നാൽ ഈ പ്രസ്താവന തുറന്ന ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ വലിയ തരത്തിൽ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിന് ഡിവൈഎഫ്ഐ പറഞ്ഞത്, ഞങ്ങൾ ഒടിവെക്കുകയും ചെയ്യും, അതുപോലെ ബാനറും കെട്ടും, അതിനൊപ്പം തന്നെ ഭക്ഷണവും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, തടയാൻ കഴിവുണ്ടെങ്കിൽ തടഞ്ഞോ എന്നുള്ള ഒരു ഭീഷണിയുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ടായി. കഴിഞ്ഞ ദിവസം VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഡിവൈഎഫ്ഐ അല്ല, ആര് പൊതിച്ചോറ് കൊടുത്താലും അതിനെ ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ അതിനൊപ്പം തന്നെ സതീശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നെയ്യാറ്റിൻകരയിൽ ജനറൽ ഹോസ്പിറ്റലിൽ കോൺഗ്രസ് കൊടുക്കുന്ന ഭക്ഷണം നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിനകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കയറ്റാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനൊപ്പം തന്നെ സതീശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ട് പോലും, അതായത് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ അവിടെ ഈ ഭക്ഷണ വിതരണത്തിന് പോവുകയും എന്നിട്ട് അവിടുത്തെ അധികാരികളുമായി അവിടുത്തെ അധികൃതരുമായി സംസാരിച്ചിട്ടും ഇവരാരും മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ KPCC ബിജാർ ബാഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഭക്ഷണപ്പൊതികളെല്ലാം വിതരണം ചെയ്യുന്നത് ആശുപത്രി കോമ്പൗണ്ടിന് വെളിയിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട് ഒരു മേശയിട്ട് അതിലാണ് ആൾക്കാരെ ക്യൂ നിർത്തി ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത്, നെയ്യാറ്റിൻകരയിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ട് പോലും അതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളത്. നമുക്ക് ആദ്യം സതീശൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ഇതിനെക്കുറിച്ച് ബാക്കി പറയാം. നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികയോഗം ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് ഒന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി, പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ന്യൂസ് TV നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കണ്ടതും ഇതേ കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി KPCC ബിജാർ ബാഗിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിന് വെളിയിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിന് വെളിയിലെന്നാണ്. ആശുപത്രി അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് കട്ടായം പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ വിനോദ് സൻ, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ KPCC ബിജാർ ബാഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കഴിഞ്ഞ 6 വർഷമായി, കൃത്യമായി പറഞ്ഞാൽ 74 മാസങ്ങളായി നെയ്യാറ്റിൻകരയുടെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിരുന്ന M വേണുഗോപാലൻ തമ്പി, നെയ്യാറ്റിൻകര ശശി, മാരാമട്ട സുരേഷ് ഇവരുടെ പേരിൽ ഞങ്ങൾ അന്നം പുണ്യം എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു പദ്ധതി കോവിഡ് കാലത്ത് ആരംഭിച്ചതാണ്. അന്ന് കോവിഡിൽ എല്ലാ ഹോട്ടലുകളും അടഞ്ഞു കിടന്നപ്പോൾ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലെ രോഗികളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് 10 പൊതിച്ചോറ് വെച്ച്, അന്ന് 70 പൊതിച്ചോറ് മതി. ഇൻപേഷ്യൻ്റ് വളരെ കുറവാണ്, പക്ഷെ നഗരത്തിലും ആളുകളുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് 70 പൊതിച്ചോറ് അങ്ങനെ കൊണ്ടുവന്ന് ഈ പദ്ധതി അകത്ത് വെച്ച് കൊടുത്തു കേട്ടോ എന്ന് അന്നത്തെ ആശുപത്രിയുടെ അധികൃതർ, ആശുപത്രിക്ക് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അങ്ങനെ പേരിലുള്ള ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ അന്ന് ജില്ലാ പഞ്ചായത്താണ് അന്ന് ഈ ആശുപത്രിയുടെ ഉടമസ്ഥർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLAയുടെ പ്രതിനിധി, MP യുടെ പ്രതിനിധി, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, അവരെല്ലാം ചേരുന്നതാണ് ആ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ മുമ്പ് ഞങ്ങളുടെ അപേക്ഷ അന്ന് വെച്ചത് ഇപ്പോൾ ഞങ്ങളെ വിട്ടുപോയ മാരാമട്ട സുരേഷാണ്. അദ്ദേഹം MP യുടെ പ്രതിനിധിയായിരുന്നു. പക്ഷെ ആ അപേക്ഷ നിരസിക്കപ്പെട്ടു. ഞങ്ങൾ പലവട്ടം ഇതിൻ്റെ ഭാരവാഹികളോട് ആ മാസങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, പൊതിച്ചോറ് ഇതിനകത്ത് അനുവദിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഇന്ന് വന്നാൽ നാളെ DYFI വരും, മറ്റന്നാൾ BJP വരും, അത് നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ വേദിയാക്കാൻ ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്
കർശനമായി അവർ നിരോധനം ഏർപ്പെടുത്തിയത്. പിൽക്കാലത്ത് ഡിവൈഎഫ്ഐ കുറച്ചു കാലം ഭക്ഷണം കൊടുത്തപ്പോഴും ഡിവൈഎഫ്ഐ അപ്പുറത്തെ ഗേറ്റിൽ വെച്ച് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ പിന്നെ പരാതി പറയാൻ പോയില്ല, കാരണം ഡിവൈഎഫ്ഐയും വെളിയിൽ ഞങ്ങൾ വെളിയിൽ, അങ്ങനെയുള്ള ഒരു നിലപാടാണ്. അപ്പം ഞങ്ങൾ പലവട്ടവും പറഞ്ഞു, മെഡിക്കൽ കോളേജ് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആര് കൊടുത്താലും അകത്ത് അനുവദിക്കാറുണ്ട്. അപ്പോൾ രോഗികൾക്കിത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഭക്ഷണം അനുവദിക്കണമെന്ന് പറഞ്ഞത്. നിഷ്കരുണം നിരസിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ ചെയ്തതെന്ന് പറയുന്നത് 10:30 മണിക്ക് എല്ലാ വാർഡിലും ഡയാലിസിസ് നടക്കുന്നിടത്തും വിമുക്തിയുടെ ചികിത്സ നടക്കുന്നിടത്തും ഞങ്ങൾ കൂപ്പൺ കൊടുത്തിട്ട് കുട്ടിരിപ്പുകാരുടെ കൂപ്പൺ കൊടുക്കും. അവരൊരുമിച്ച് വന്ന് ഞങ്ങൾ ഭക്ഷണം പുറത്ത് വെച്ചാണ് കൊടുക്കുന്നത്. അവിടെ വന്ന് ഭക്ഷണം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന, സംഭരിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് നിലവിൽ കഴിഞ്ഞ 74 മാസങ്ങളായിട്ട് ഞങ്ങൾ അവലംബിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എന്തായാലും അപ്പോൾ അതിനിടയിലാണ് പ്രമുഖ നേതാക്കളെല്ലാം, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ സമന്വയ നേതാവ് കെ മുരളീധരൻ, ഞങ്ങളുടെ UDF കൺവീനർ MM അസർ അടക്കം, VT ബൽറാം, നമ്മുടെ M ലിജു അടക്കമുള്ള എല്ലാ ഏകദേശം MLA മാരും, M ഇൻസെന്റ് അടക്കമുള്ളവർ വരാറുണ്ടായിരുന്നു. ഇവരെല്ലാം വരുമ്പോഴും ഭക്ഷണ വിതരണം വെളിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ രണ്ടാം വാർഷികത്തിന് വന്നപ്പോഴാണ് VD സതീശൻ ഈ ദുരവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഞങ്ങൾക്കിതൊരു ദിവസമുള്ള ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ആശങ്കകളില്ല. അദ്ദേഹം ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അന്നത്തെ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അത് നടക്കില്ല വിനോദേ, അവര് അഡമന്റ് സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ആരുടെ അടുത്ത് സമീപിച്ചിട്ടില്ല. ഭരണമാറ്റമൊക്കെ വന്നു. ഇപ്പോൾ ആശുപത്രി വികസന സമിതിയിലൊക്കെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞങ്ങൾ ഇത് പുറത്ത് തന്നെ തുടരാനാണ്. ഇനി അധികാരികളുടെ ഒരു ആനുകൂല്യം പറ്റുന്നതിന് പോകുന്നില്ല. കാരണം ഇത് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ, ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല. ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നതാണ്. അഭിമാനത്തോടെ ഞങ്ങളത് പറയുമെങ്കിലും ഒരുപാട് CPM-കാര്, ഒരുപാട് BJP-കാര്, രാഷ്ട്രീയമില്ലാത്തവരെല്ലാം തന്നെ ഈ ഒരുപക്ഷെ വാർഡുകളിൽ നിന്നുള്ള പൊതിച്ചോറ് തടസ്സപ്പെടുത്തുന്ന ദിവസങ്ങളിൽ ഭക്ഷണ വിതരണം നിന്നു പോകാതിരിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത്രയ്ക്ക് ആളുകളെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇത് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന ഭക്ഷണ വിതരണം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ തർക്കത്തിൽ CM ഞങ്ങളുടെ പേര് പറഞ്ഞതിലൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഞങ്ങളിങ്ങനെ 6 വർഷം കൊണ്ട് ഇത്രയും ദീർഘമായ കാലയളവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നത്. ഞങ്ങൾ ഈ നില തുടരുന്നതിനാണ്. അങ്ങനെ ബാൻഡും കൊടിയൊന്നും പണ്ട് ഞങ്ങൾ വയ്ക്കാറില്ല. വച്ചു കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ അതൊക്കെ അങ്ങ് എടുത്തോണ്ട് പോകും, റോഡല്ലേ. പക്ഷെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം ഇത് തുടരണമെന്നാണ്. പക്ഷേ ആശുപത്രി വികസന സമിതിയുടെ മുമ്പിലോ ആരോഗ്യമന്ത്രിയുടെ മുമ്പിലോ ഞങ്ങൾ തൽക്കാലം അപേക്ഷയുമായിട്ട് പോയിട്ട് പുതിയ വിവാദങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. നിശബ്ദമായി ഞങ്ങൾ ഈ സേവനം തുടരുക തന്നെ ചെയ്യും. ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ വിവാദമാവുകയും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെയാണ് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ KPCC വിചാർ വിഭാഗം ഇതുപോലെ ഭക്ഷണപ്പൊതി കൊടുക്കുന്നത്. എന്നാൽ അവിടെ കൊടിതോരണങ്ങളോ അതുപോലെ ബാൻഡുകളോ കെട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മനോഹരമായ വശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ കൊടുക്കുമ്പോഴും അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ തോരണങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എന്നാൽ ഡിവൈഎഫ്ഐ കൊടുക്കുമ്പോൾ അത് ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ്. അവരവിടെ കൊടിയും അതുപോലെ ബാൻഡും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വയറെരിയുന്നതിന്റെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണപ്പൊതി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നത് ഏറ്റവും മനോഹരമായ ഏറ്റവും മഹത്തായ കാര്യമായി തന്നെയാണ് ഓരോരുത്തരും ഇതിനെ കാണുന്നത്. KPCC വിചാർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വേണുഗോപാലൻ തമ്പി, നെയ്യാറ്റിൻകര ശശി എന്നിവരുടെ സ്മരണാർത്ഥം അന്നം പുണ്യം എന്ന പദ്ധതിയിലാണ് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ 7 വർഷങ്ങൾക്ക് മുന്നേ ഭക്ഷണപ്പൊതി വിതരണം നടത്തുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ ഹോസ്പിറ്റൽ CPM-ൻ്റെ അധീനതയിലാണ്. നാളിതുവരെ ഈ കോമ്പൗണ്ടിനകത്ത് വെച്ച് നമുക്ക് പാവപ്പെട്ട നിസ്തരായ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. എന്നാൽ നിലവിലും മറ്റ് സംഘടനകൾ ഈ ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. അപ്പോൾ 2.5 പക്ഷം കാണിക്കുന്ന ഇത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. നാളിതുവരെ ഈ ഭക്ഷണ വിതരണം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പൊതുവെയുള്ള സാധാരണ ജനങ്ങൾക്കറിയാം. ഇത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ഈ ജനങ്ങൾ വന്ന് ഈ വെയിലത്ത് നിന്ന് പുറത്ത് അത്രയും തിക്കും തിരക്കിൻ്റെയും ബസ് കൊണ്ട് നടത്തുന്നതിൻ്റെ ഇടയിൽ വന്നിന്നാണ് ഈ ഊണം വാങ്ങിക്കുന്നത്. ഈ ഹോസ്പിറ്റലിനകത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
എന്നാൽ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ ഇവർ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ് എന്നാണ് ഇതിന്റെ നേതൃത്വം തന്നെ ചോദിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ ഇപ്പോഴും അതായത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നിട്ടും നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ അധികാരം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണസമിതി എന്ന് പറയുന്നത് CPM ആണ്. CPM ഭരിക്കുന്ന ഈ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോഴും KPCC വിചാർ വിഭാഗ് ഭക്ഷണം കൊടുക്കുന്നത്, അതായത് ഇന്നും ഭക്ഷണം കൊടുക്കുന്നത് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന് വെളിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം.